അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMS-ൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. ഒരിക്കൽ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്, സ്കൂളിൽ പഠിപ്പിക്കുക. ഭാര്യ പറഞ്ഞു വിട്ടു, ഇന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് തയ്ക്കാൻ കുറച്ച് തുണി കൊടുത്തിട്ടുണ്ട്, ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. ഭർത്താവ് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോയി. സ്കൂൾ സമയം കഴിഞ്ഞ് സാറുമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് അല്പം കളിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ആ കളിയൊക്കെ കഴിഞ്ഞ് പോരാൻ നേരത്തെ മറന്നുപോയി, ഈ തയ്ക്കാൻ കൊടുത്ത സാധനം വാങ്ങിക്കാൻ മറന്നുപോയി. വീട്ടിലെത്തി ആദ്യമേ തന്നെ ഭാര്യ ചോദിച്ചത് ഈ കാര്യത്തെക്കുറിച്ചാണ്. തയ്ക്കാൻ കൊടുത്ത സാധനം വാങ്ങിക്കൊണ്ട് വന്നു ഇല്ല. അവിടെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിൽ തുടങ്ങി. അല്പം ബന്ധം മോശമായി. ഉറങ്ങാൻ കിടക്കുക. പിറ്റേ ദിവസം ഭർത്താവിന് രാവിലെ എഴുന്നേറ്റ് ഒരു ട്രെയിനിങ്ങിന് പോകാനുള്ള കോഴിക്കോട് വരെ പോകണം. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി ട്രെയിനിന് പോയാൽ അവിടെ എത്തുകയുള്ളൂ. അപ്പോൾ രാവിലെ എഴുന്നേക്കണ്ടേ, വിളിക്കണമല്ലോ. എന്നും വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഭാര്യയെ. അവളോട് അവളുടെ മുമ്പിൽ താന്നു കൊടുക്കാനൊരു മടി, കാര്യങ്ങൾ പറയാൻ മടി. അതുകൊണ്ട് തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ട് ഒരു കടലാസ് എടുത്തിട്ട് അതിലെഴുതി, നീ എന്നെ രാവിലെ തന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. നമ്മുടെ ഈ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് നീ കരുതരുത്. രാവിലെ തന്നെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. ഞാൻ കോഴിക്കോട് പോയി തിരിച്ചു വരുമ്പോൾ നിനക്ക് കോഴിക്കോടൻ അലുവ വാങ്ങിക്കൊണ്ടുവരാം. അപ്പോൾ എഴുതി മേശപ്പുറത്ത് വെച്ച് ഇയാൾ പുതപ്പ് മൂടി കിടന്നുറങ്ങി. ഭാര്യ വന്നു. അവിടെ വന്ന് കാര്യങ്ങളെല്ലാം നോക്കി ഈ എഴുത്തെടുത്ത് വായിച്ച് അങ്ങ് വെച്ച്. രാവിലെ ഒരു 8 മണിയായപ്പം സൂര്യൻ്റെ പ്രകാശം മുഖത്ത് വീണപ്പോഴാണ് ഭർത്താവ് എഴുന്നേക്കുന്നത്. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം നോക്കിയപ്പോൾ 8 മണി. ഒരു രക്ഷയില്ല, ഇനി എങ്ങനെ എത്തും? ഒരു രക്ഷയില്ല. ദേഷ്യപ്പെട്ട് മേശപ്പുറത്ത് നോക്കിയപ്പോൾ വേറൊരു എഴുത്ത് കിട്ടിയിരുന്നു. വേറൊരു എഴുത്ത് അവിടെ എഴുതി വെച്ചിരിക്കുക. ചേട്ടാ എഴുന്നേക്ക്, 5 മണിയായി എഴുന്നേക്ക് എന്ന് എഴുതി വെച്ചിരിക്കുക. പോരെ? നോക്കിയേ, ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വരുത്തി വയ്ക്കുന്ന മുറിവ് എത്രത്തോളം ഉണ്ട് എന്ന് ഓർക്കണം. ഫലിതമാക്കാൻ, രസകരമാക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് വരുത്തി വയ്ക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അങ്ങനെ ജീവിതത്തിൽ
ജീവിത പങ്കാളികൾ സമരം ചെയ്യാൻ തുടങ്ങിയാൽ പരാജയപ്പെടുന്നത് കുടുംബമായിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങേണ്ടത്. എങ്കിൽ മഞ്ഞുരുകുന്നത് പോലെ ഉരുകി ആ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതായിത്തീരും. ഓരോ പുതിയ പുതിയ അനുഭവങ്ങൾ ജീവിതത്തിൽ കൈമുതലായിട്ട് ഓർമ്മിക്കാനുണ്ടാവും. അല്ലെങ്കിൽ പരസ്പരം തോൽപ്പിച്ചതിൻ്റെയൊക്കെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ബാക്കി കാണുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ആശ്രയിക്കണം. യേശുപിതാവ് പ്രാർത്ഥനയിൽ ആശ്രയിച്ചതുപോലെ, തോബിത്ത് പ്രാർത്ഥനയിൽ ആശ്രയിച്ചതുപോലെ പ്രാർത്ഥനയിൽ ആശ്രയിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന രീതിയാണ് എങ്കിൽ ജീവിത പങ്കാളി ദുർബലനായിത്തീരും. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് ധനികനായ ഒരു മനുഷ്യനായിരുന്നു. സമ്പത്തും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടായിരുന്ന മനുഷ്യൻ. ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരുന്നു, നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം ദേഹത്ത് വ്രണവും ബാധിച്ച് ഓട്ട് കഷ്ണം കൊണ്ട് ആ വ്രണങ്ങൾ ചുരണ്ടിക്കിടക്കുന്ന ഒരു സാധു മനുഷ്യനെ, ആദ്യം കണ്ട ആ ഉപമയിലെ ലാസറിൻ്റെ അനുഭവം നമ്മൾ അതുപോലെ ഒന്നുമില്ലാത്തവനായി കിടക്കുന്ന ഒരു സാധു മനുഷ്യൻ. ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങളിൽ ഒരുമിച്ച് നിൽക്കേണ്ട വ്യക്തിയാണ് ഭാര്യ. അങ്ങനെയുള്ള ഭാര്യ എന്താ പറയുന്നത്? ഹേ മനുഷ്യ, എന്നെ കാണാനായി വിശ്വാസം ഇങ്ങനെ മുറുകെ ശപിച്ചിട്ട് മരിക്കുക, അതാ ഭേദം. ഒന്ന് ആ മനുഷ്യനെ ഒന്ന് ആ മുറിവുകളൊന്ന് വെച്ച് കെട്ടാനോ അതിൽ തൈലം പുരട്ടാനോ ഒന്നും തയ്യാറാവുന്നില്ല ഈ സ്ത്രീ, ഭാര്യ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരു സീനയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഇത് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടം കാലിയാവുകയാണ്. ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളാണ്, പക്ഷേ സാധിക്കുന്നില്ല. പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ജോബിൻ്റെ ജീവിതത്തിൽ എല്ലാം തിരികെ ലഭിക്കുന്നുണ്ട്. കാരണം ജോബ് നീതിമാനായിരുന്നു. ജോബിൻ്റെ വാക്കുകൾ എന്താണെന്ന് അറിയാമോ? എന്തെന്നാൽ നിലവിളിക്കുന്ന ദരിദ്രനെയും നിരാശ്രയനായ അനാഥനെയും ഞാൻ രക്ഷിച്ചു. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു ഞാൻ അനീതി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തോളിൽ നിന്നും തോൽപ്പലക വിട്ടുപോകട്ടെ, എൻ്റെ തോളല് എന്നിൽ നിന്നും വിട്ടുപോകട്ടെ എന്നാണ് പറയുന്നത്. അതുപോലെ നീതി ജീവിതത്തിൽ സൂക്ഷിച്ച വ്യക്തിയാണ് ജോബ്. ജീവിതത്തിൽ ഒരു കഷ്ടവും നഷ്ടവും രോഗവും അസ്വസ്ഥതയൊക്കെ ഉണ്ടായപ്പോൾ ഭാര്യ ഉപേക്ഷിച്ച് പോവുകയാണ്. ഓർക്കണേ, ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിക്ക് ഒരുപക്ഷെ രോഗങ്ങളുണ്ടാവാം, ശരീരം മെലിഞ്ഞ് എല്ലും തോലും പോലെ ആവാം. പലരോടും താരതമ്യം ചെയ്താൽ ജീവിത പങ്കാളിക്ക് ഒരു ആകർഷണത്വവും ഇല്ലാതാവാം. അങ്ങനെ എല്ലാം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജീവിത പങ്കാളിയെ വേദനിപ്പിക്കരുത്. ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടിക്കിടക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ, ആ ചിത്രം ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ചിത്രമായിട്ട് മാറാം. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളുമൊക്കെ നല്ല രീതിയിൽ സഹിക്കാനും സ്വീകരിക്കാനും സാധിക്കും. ഒരുമിച്ച് നിൽക്കുക, എന്ത് കഷ്ടപ്പാടുകളുണ്ടെങ്കിലും. അബ്രാഹവും സാറായും അവർ രണ്ടുപേരും ജീവിതത്തിൽ ക്ലേശങ്ങളുണ്ടായപ്പോൾ ഒരുമിച്ച് നിന്നിരുന്നു. ഈജിപ്തിൽ ചെല്ലുമ്പോൾ സാറ സുന്ദരിയായ സ്ത്രീ ആയതുകൊണ്ട് ഫറോ അവളെ സ്വന്തമാക്കുന്നുണ്ട്. അവളെ കരുതി അബ്രാഹത്തിന് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അബ്രാഹം പറഞ്ഞു, നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞാൽ മതി, ഭാര്യയാണെന്ന് പറയണ്ട, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്.
കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ വേണമെങ്കിൽ സാറയ്ക്ക് രാജകുമാരിയാകാമായിരുന്നല്ലോ. പക്ഷെ അവിടെ ഭർത്താവിനോടുള്ള വിശ്വസ്തത സൂക്ഷിക്കുകയായിരുന്നു. ആ ഒരു തേങ്ങൽ, അപകടം മണത്തറിഞ്ഞിട്ടുള്ള ഒരു തേങ്ങൽ, പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്ന ഒരു തേങ്ങൽ ഈ സാറായുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാമാരി അയച്ച് അവരെ പീഡിപ്പിക്കുന്നത്. അവസാനം ഫറവോ കണ്ണു തുറന്ന് തിരികെ നൽകുകയാണ് സാറായെ. പ്രാർത്ഥനയിൽ ആശ്രയിക്കുകയാണെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും, യാതൊരു സംശയവുമില്ല. കാരണം കുടുംബത്തിലെ പുരോഹിതന്മാരാണ് ദമ്പതികൾ. കുടുംബത്തെ പ്രാർത്ഥനയിൽ കൈപിടിച്ച് നടത്തി അതിനെ ആശീർവദിക്കുന്ന കടമയാണ് ഓരോ ദമ്പതിയും ചെയ്യുന്നത്. അത് ഉപേക്ഷിച്ചാൽ കുടുംബം കുളം തോണ്ടും, ആ ബന്ധങ്ങൾ ശിഥിലമാവും. അതുകൊണ്ട് നീതി പ്രവർത്തിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ ആദ്യം, ജീവിത പങ്കാളിയോട് ഒരു രീതിയിലും മുറിവേൽപ്പിക്കാതെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കുന്ന ജീവിത പങ്കാളിയാവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ രണ്ടാമത്തെ ബന്ധമാണ് മക്കളും പിതാവും തമ്മിലുള്ള ബന്ധം. അവിടെ ഈ തോബിത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ നാം വേറൊരു സംഭവം കാണുന്നുണ്ടല്ലോ. റഘുവേലൻ്റെ മകൾ സാറ 7 പ്രാവശ്യം വിവാഹം ചെയ്തു. 7 പ്രാവശ്യവും ഭർത്താക്കന്മാർ മരിച്ചുപോയി. അങ്ങനെ സത്യത്തിൽ ഓരോ പ്രാവശ്യവും ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോഴും മുറിവേൽക്കുകയാണ് ചെയ്യുന്നത്, വേദനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേദനിക്കുന്ന സാറ പരിചാരകരുടെ കുത്തുവാക്ക് കേട്ട് വീണ്ടും വേദനിക്കുക, വളരെ വളരെ പ്രതിസന്ധിയിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ഒന്ന് കേൾക്കുക. ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. ഓർക്കണേ, കാരണം പരിചാരകർ പറഞ്ഞിരുന്ന വാക്കുകൾ എന്താണെന്ന്. നീ 7 പേരെ വിവാഹം ചെയ്തു, അവരെ ഓരോരുത്തരെയും നീ തന്നെയല്ലേ കൊന്നത്? അവരുടെ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചില്ലല്ലോ. ഒരു മനസ്സറിവും ഇല്ലാത്ത ഒരു സംഭവം. അതിലേറെ വേദനിക്കുന്ന ഈ സാറ പ്രാർത്ഥിക്കുന്നത്, തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവനത് അപമാനകരമായിരിക്കും. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. അവൾ കിളിവാതിലിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ദൃഷ്ടികളും മുഖവും അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നെ ഈ ഭൂമിയിൽ നിന്ന് മോചിപ്പിക്കണമേ. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ ജീവിക്കണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ എന്നെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇനി അധിക്ഷേപങ്ങൾ കേൾക്കാൻ ഇടവരാത്ത വിധം എനിക്ക് മാന്യത നൽകണമേ. ഇരുവരുടെയും പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നു. അവിടെ റപ്പായാൽ ദൂതനെ അയക്കുകയാണ്. ഞാനതാ പറയുക, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ അയക്കും, ദൂതനെ അയക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമായിരിക്കും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പക്ഷേ നീതിയുടെ ഒരു അനുഭവം ബാക്കി വയ്ക്കണം. ആ ഒരു നന്മ, ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ച ആ ഒരു പ്രകാശം കെടാതെ സൂക്ഷിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവന്ന് എത്തിക്കും. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഇവിടെ ഈ സാറ ചിന്തിക്കുന്നത് നോക്കി,
ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ തൂങ്ങി മരിച്ചാൽ അവനുണ്ടാവുന്ന അപമാന ഭാരം മക്കൾ ചിന്തിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ പിതാവിനുണ്ടാകുന്ന അപമാന ഭാരം. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിൻ്റെ നന്മയാണ് നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ നീതി. നിങ്ങളുടെ പിതാക്കളോട്, മാതാപിതാക്കളോട് നിങ്ങൾ കാണിക്കുന്ന നീതിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യുന്ന നീതി. എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന ദൂഷ്യം, ഉണ്ടാകുന്ന അപമാനം, അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സ്. കാരണം നാം നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളോട് നമ്മുടെ ധർമ്മം നിറവേറ്റുന്ന അവസരത്തിൽ, നീതി നിർവഹിക്കുന്ന അവസരത്തിൽ, പൊതുജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ വ്യക്തികളും നമ്മുടെ മാതാപിതാക്കളായിട്ട് മാറുകയാണല്ലോ. ഈ നീതിശാസ്ത്രം അവരിലേക്കും കടക്കണമല്ലോ. എല്ലാവരെയും മാതാപിതാക്കളായിട്ട് കാണാനും സാധിക്കണമല്ലോ. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾക്ക് ഒരു സത്യസന്ധത, ഒരു നീതി, അത് കാണിക്കാൻ സാധിച്ചെങ്കിലേ മറ്റുള്ളവരോട് നമുക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാം നീതി നിർവഹിക്കില്ല. വലിയൊരു സമൂഹമുണ്ടല്ലോ, നമ്മൾ ഇറങ്ങി ജീവിക്കുന്ന ഒരു സമൂഹം. അവിടെ നാം കാണുന്ന മാതാപിതാക്കളെ, അവരെ നമുക്ക് സ്നേഹിക്കാനും സഹായിക്കാനും സാധിക്കില്ല. സംബഡീസ് മദർ, അത് ആരുടെയൊക്കെയോ മാതാപിതാക്കളാണ്. അവരെയും ഒന്ന് കരുതാനായിട്ട്, അവരുടെ ആവശ്യങ്ങളിലും ഒന്ന് സഹായിക്കാനായിട്ട് നമ്മുടെ മാതാപിതാക്കളോട് നീതി നിർവഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ആ മാതാപിതാക്കളെ, ആ മനുഷ്യരെയൊക്കെ മാതാപിതാക്കളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് സംബഡീസ് മദർ. ഒരു സ്കൂളിൽ വിട്ട് വരികയാണ്. സ്കൂളിൽ വിട്ട് വരുമ്പോൾ എല്ലാ കുട്ടികളും വളരെ ഓടി തിമിർത്ത് ആഹ്ലാദിച്ച് കടന്നു വരുന്നു. അപ്പോൾ ഈ തെരുവിലേക്ക് കടക്കുമ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടി ഒരു സാധു സ്ത്രീ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവിടെ ഈ കുട്ടികളെല്ലാവരും ഒച്ച വെച്ച് ബഹളം വെച്ച് കടന്നു പോകുമ്പോൾ ആരും ഈ വെല്ലുമിച്ച് ശ്രദ്ധിക്കുന്നില്ല. വടി കുത്തി സാവധാനം നീക്കുന്ന ഈ അമ്മച്ചി ഭയമാണൊന്ന് റോഡ് കുറുകെ പോകാനായിട്ട്. ഒന്ന് റോഡ് കുറുകെ കടക്കണം. സീബ്ര ലൈനിൻ്റെ അടുത്തെത്തി വിഷമിക്കുക ഒന്ന് കടക്കാനായിട്ട്. റോഡെല്ലാം തെന്നിക്കിടക്കുക, മഞ്ഞ് വീണ്. ആരെങ്കിലും ഒന്ന് സഹായിച്ചേ മതിയാവും. ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ കവി പറയുക, ഏറ്റവും സന്തോഷവാനായ ഒരു കുട്ടി, ഏറ്റവും ആനന്ദമുള്ള ഒരു കുട്ടി ഈ അമ്മയുടെ പിറകിൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, ഞാൻ സഹായിക്കണമോ? ഞാൻ അമ്മച്ചിയെ റോഡ് കുറുകെ കിടക്കാൻ സഹായിക്കാം. ആ കുട്ടി ആ വെല്ലുമിച്ചിയുടെ കൈയെടുത്ത് സ്വന്തം കയ്യിൽ വെച്ച് സന്തോഷത്തോടെ അമ്മച്ചിയെ അപ്പുറയാക്കിയിട്ട് തിരിച്ച് ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് കുട്ടികളോട് പറയാ, സംബഡീസ് മദർ, ഞാൻ അങ്ങനെ ഒരു അമ്മച്ചിയെ സഹായിച്ചു. ആരുടെയും ഒരു അമ്മ, ആ അമ്മച്ചിയെ ഞാൻ സഹായിച്ചു. അതിൻ്റെ സന്തോഷം അവൻ പങ്കുവെക്കുക. ഇനി ഞാനും ചില സമയങ്ങളിൽ എൻ്റെ അമ്മയുടെ അടുക്കൽ നിന്നും അകലെയായിരിക്കുമ്പോൾ, എന്തെങ്കിലും ആവശ്യങ്ങൾ എൻ്റെ അമ്മയ്ക്കുണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ അമ്മയെ സഹായിക്കും. ആരെങ്കിലുമൊക്കെ എൻ്റെ അമ്മയും സഹായിക്കും. എന്നിട്ട് ഈ വല്യമ്മച്ചി വീട്ടിലെത്തിച്ചേർന്ന ശേഷം ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് സംബഡീസ് സൺ എന്ന് പറഞ്ഞല്ല, ആരുടെയോ മകൻ, ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, മാതാപിതാക്കളെ ഇങ്ങനെ കാണാൻ സാധിക്കുന്ന കുട്ടികൾക്ക്, അവരോട് നീതി പുലർത്തുന്ന കുട്ടികൾക്ക് അവർ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴും ഈ നീതിബോധം സൂക്ഷിക്കും. ഞാൻ അമ്മച്ചിയെ സഹായിച്ചില്ലെങ്കിൽ അമ്മച്ചിക്ക് എന്ത് സംഭവിക്കും?
അമ്മച്ചി ആരും സഹായിക്കാനില്ലായിരിക്കുമല്ലോ. എൻ്റെ അമ്മച്ചി ആവശ്യമുള്ളപ്പോൾ, സഹായം ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും സഹായിക്കണ്ടേ? ഞാൻ ഈ അമ്മച്ചിയെ സഹായിക്കാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ അമ്മ ഒരിക്കലൊരു അപകടത്തിൽ പെട്ടു, ഒരു കാർ അപകടം. അവിടെ ഞങ്ങൾ മക്കളാരുമില്ലായിരുന്നു. ഈ നെറ്റ് പൊട്ടി രക്തം ധാരയായിട്ട് ശക്തിയായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുക. ഇത് സംഭവിച്ച ഉടനെ തന്നെ പുറകെ വന്ന ആ വണ്ടിയിൽ നിന്നും അതിൽ യാത്ര ചെയ്തിരുന്നവരെല്ലാം ഇറങ്ങി വന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രം എടുത്ത്, തോർത്തെടുത്ത്, തുവാലയെടുത്ത് മുറിച്ച് നെറ്റിയൊക്കെ കെട്ടി ആശുപത്രിയിലെത്തിക്കുക, അവരുടെ വണ്ടിയിൽ തന്നെ. ആശുപത്രിയിലെത്തിയ ശേഷമാണ് ഞങ്ങൾ മക്കളൊക്കെ അവിടെ എത്തുന്നത്. നോക്കിയേ, ആരുടെയോ മക്കളാണ് അവിടെ സഹായമായിട്ട് വന്നത്. ഞങ്ങൾ മക്കളാരുമല്ലായിരുന്നു അവിടെ എത്തിയത്. ഞങ്ങൾക്ക് പകരം ഞങ്ങളുടെ അമ്മയെ സഹായിക്കാൻ മറ്റാരുടെയോ അമ്മമാരുടെ മക്കളുണ്ടായിരുന്നു, നന്മ നിറഞ്ഞ മക്കളുണ്ടായിരുന്നു. അതായത് മാതാപിതാക്കളോട് ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്ന മക്കള് അവരാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ നീതി കാണിക്കുമ്പോൾ, നീതിബോധം കാണിക്കുമ്പോൾ, ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ, അത് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരെയും മാതാപിതാക്കളായിട്ട് കാണുവാനും അവരോട് അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ ഒപ്പം നിൽക്കുവാനും സാധ്യതകളുണ്ടാവുകയായിരുന്നു. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫിൻ്റെ കഥ വായിക്കുന്നുണ്ടല്ലോ. അവിടെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് കാണുന്നത്. സഹോദരനെ വിൽക്കുന്ന സഹോദരങ്ങൾ അവസാനം വേണമെങ്കിൽ പക തീർക്കാമായിരുന്ന, പ്രതികാരം ചെയ്യാമായിരുന്ന ഒരവസരത്തിൽ എത്തിച്ചേരുമ്പോൾ ജോസഫ് അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ പ്രാർത്ഥനയിൽ കാണുന്ന ജോസഫ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ നോക്കിക്കാണുന്ന വളരെ വ്യത്യസ്തമായിട്ടാണ്. സഹോദരങ്ങളോട് ജോസഫ് പറയുന്നത്, നിങ്ങൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട. നിങ്ങൾക്ക് മുമ്പേ ദൈവമാണ് എന്നെ ഈജിപ്തിലേക്ക് അയച്ചത്. നിങ്ങളുടെ ജീവൻ പോലും സംരക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പേ ദൈവമാണ് എന്നെ ഈജിപ്തിലേക്ക് അയച്ചതെന്ന് 2 പ്രാവശ്യം ഉറപ്പിച്ച് പറയുക ജോസഫ്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഭവം കാണാൻ സാധിക്കുന്ന ജോസഫിന് പ്രതികാരം ചെയ്യാനല്ല തോന്നുന്നത്, ദൈവപരിപാലനയാണ് അവിടെ കാണുന്നത്. പ്രതികാരം ചെയ്യേണ്ട ആ ഒരു സന്ദർഭമാണെന്ന് വിചാരിക്കണം, പക്ഷെ അത് ചെയ്യുന്നില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയെ നോക്കിക്കാണുകയുള്ളൂ. കാരണം യേശയ്യായുടെ പുസ്തകം 55-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്, അതിനേക്കാൾ ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങൾക്ക് നമ്മുടെ നീതിശാസ്ത്രത്തിൽ മറ്റൊന്നായിരിക്കാം നാം കാണുക. യേശു പറയുന്നു, നിന്റെ ചിന്ത വെറും മാനുഷികം, ദൈവികമല്ല. സഹനങ്ങളെക്കുറിച്ച് യേശു സംസാരിക്കുമ്പോൾ പത്രോസ് അടുത്തെത്തി അവനെ വിലക്കി പറയുകയല്ലേ, സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശു തിരിഞ്ഞു പറഞ്ഞു, നിന്റെ ചിന്ത വെറും മാനുഷികമാണ്, ദൈവികമല്ല, എൻ്റെ പിന്നിൽ പോണം. നമ്മുടെ ചിന്ത ദൈവികമാക്കണം. ദൈവത്തോളം ഉയർന്ന് ചിന്തിക്കാനായിട്ട് പരിശ്രമിക്കണം. പ്രാർത്ഥനയിലേ അത് സാധിക്കൂ.
എങ്കിൽ മാത്രമേ അവിടെ നീതിബോധം തഴച്ചു വളരുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ പലതും അനീതിയായിട്ട് എന്നോട് ചെയ്യുന്ന തെറ്റായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവവികാസങ്ങളും സത്യത്തിൽ ദൈവം സംവിധാനം ചെയ്യുന്നതാണ്, മനുഷ്യൻ സംവിധാനം ചെയ്യുന്നതല്ല. പ്രാർത്ഥിക്കുമ്പോൾ ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. അല്ലെങ്കിൽ വേദനകൾ, സഹനങ്ങൾ, ദുഃഖങ്ങളൊക്കെ വരുന്നത് എൻ്റെ സഹോദരങ്ങളിൽ കൂടിയാണ് എങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നോട് അനീതി ചെയ്തു എന്ന് മാത്രമേ നാം പറയുകയുള്ളൂ. ഒരു നീതിയുടെ ഒരു പശ്ചാത്തലം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ വീടാണ് ഏറ്റവും വലിയ ഈ ധ്യാന കേന്ദ്രം. അവിടെ നാം അഭ്യസിക്കുന്ന നീതിശാസ്ത്രമാണ് ഏറ്റവും വലുത്.